സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ അത് വല്ലാത്തൊരു മരുന്നാണ്. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ഓർമ്മപ്പെടുത്തലൊക്കെ വിശ്വാസികൾക്ക് വലിയ ഉപകാരമുണ്ടാക്കും, വലിയ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചത് കേൾക്കണം. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ബിസ്മി ഓതണ്ട. സൂറത്തു തൗബയിൽ ബിസ്മി ഓതാൻ പാടില്ല. കറാഹത്താണെന്നും ഹറാമാണെന്നും ഒക്കെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അഊദു ഓതുക. അഊദു ഓതിയതിനു ശേഷം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വഹാത്താനില്ലായത്താൻ. ശ്രദ്ധിക്ക് സഹോദരാ, ശ്രദ്ധിക്ക് സഹോദരി. വഹാത്താനില്ലായത്താനി, ഈ 2 ആയത്തുകളുണ്ടല്ലോ, അത് അമാനും മിൻ കുല്ലി മക്റൂഹ്, വെറുക്കപ്പെടുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനുള്ളതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുള്ള ഓർമ്മയോടുകൂടെ കേൾക്കണമേ. ഈ പറയുന്നത് എന്നോടാണ്. ഞാനിത് ജീവിതത്തിൽ പകർത്താനാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ആയത്ത് കടന്നു വരാറുണ്ടോ? ഓരോ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേക സംരക്ഷണവും പ്രതിഫലവും ലഭിക്കുമെന്ന് അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയ ഈ ആയത്ത് ഞാൻ ഓതാറുണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ മഗ്‌രിബിന് ശേഷവും എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും ഈ ആയത്ത് ഞാൻ ഓതിയിരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കണം. നിങ്ങളതൊന്ന് പതിവാക്കി നോക്കൂ. അതിൻ്റെ ഒരു സന്തോഷവും സുഖവും അനുഭവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഈ 2 ആയത്തുകൾ വഹാത്താനില്ലായത്താനി, ഈ 2 ആയത്തുകൾ അമാനും മിൻ കുല്ലി മക്റൂഹ്, വെറുക്കപ്പെടുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്കോ കുടുംബത്തിനോ വരരുതെന്ന് നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ ഇത് ഉപകരിക്കും. എന്ത് ചെയ്യാന്നറിയോ? ഈ ആയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ആയത്ത്, അവസാനത്തെ ആയത്ത് 7 തവണ ചൊല്ലുക. ഭയങ്കര ഫലാണ്. അവസാനത്തെ ആയത്ത് 7 തവണ ചൊല്ലുക, വലിയ ഫലാണ്. ഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വഖദ് വറദ, ഹദീസിൽ വന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, സഹോദരാ സഹോദരി, ഈ ആയത്തിന്റെ ഫളാഇൽ വിശദീകരിക്കവേ പറഞ്ഞിട്ടുണ്ട്. വഖദ് വറദ, ഹദീസിൽ വന്നതാണ്. മൻ ഖറഅഹുമാ, ഈ 2 ആയത്ത് ഒരാളോതി, വയുകർറിറുൽ ആയത്ത സാനിയ സബഅൻ സബാഹാ വസബഅൻ മസാ, ഈ 2ാമത്തെ ആയത്ത് രാവിലെയും വൈകുന്നേരവും 7 തവണയും ഓതി. ആദ്യത്തെ ആയത്ത് 1 തവണ, 2ാമത്തെ ആയത്ത് 7 തവണ.
എന്നാൽ അമിന മിൻ കുല്ലി മക്റൂ ഹത്തൽ മൗത്ത്, എല്ലാ അപകടങ്ങളിൽ നിന്നും അയാൾ രക്ഷപ്പെടും. സിഹിറിനേക്കാൾ വലിയ അപകടം ഏതാണ് സഹോദര? സിഹിർ നമ്മളെ നേരിട്ട് കൊല്ലുന്നതിനേക്കാൾ ഇഞ്ചിഞ്ചായി കൊന്ന് നമ്മളെ പ്രയാസപ്പെടുത്തലല്ലേ, മാനസികമായി തകർക്കലാണ്, ശാരീരികമായി നമ്മളെ രോഗിയാക്കി മാറ്റലാണ്, സാമ്പത്തികമായി തകർക്കലാണ്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കലാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മെ നശിപ്പിക്കുന്ന വലിയൊരു കെണിയാണത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ ആയത്ത് 7 തവണയും ഓതിക്കഴിഞ്ഞാൽ അമിന മിൻ കുല്ലി മക്റൂ, എല്ലാ ഷർറുകളിൽ നിന്നും, വെറുപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും. ഹത്തൽ മൗത്ത്, എന്തിൽ നിന്ന് വരെ? മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം. മരണത്തിൽ നിന്ന് വരെ രക്ഷ ഉണ്ടാകും. മരണത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവുകയെ. അപ്പൊ ഒരു ദിവസം അള്ളാഹു അവന്റെ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിലോ, എങ്ങാനും ജല്ല ജലാലായ അല്ലാ ആ ദിവസത്തിൽ അവന്റെ മരണം കണക്കാക്കിയാൽ ഫഇദാ അറാദല്ലാഹു മൗതഹു അൻസാഹു ഖിറാഅതഹുമാ, അന്ന് അള്ളാഹു അവനെ മറപ്പിച്ച് കളയും. അത് ഓതാൻ അവന് കഴിയൂല. അത് ഓതുന്ന കാര്യത്തിൽ അവൻ അശ്രദ്ധനാകും. അതായത് മുത്തറസൂല് പറയാണ്, ഇത് ഓതിയിട്ട് അന്ന് മരിക്കാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. മുഅ്മിനെ ശ്രദ്ധിക്കണം, ഇത് നിസാരമല്ല. ഇത് ഇലാഹായ റബ്ബിന്റെ പരിശുദ്ധ കലാമല്ലേ. മാത്രമല്ല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട വചനമാണ് ഈ 2 ആയത്തുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖുർആൻ ക്രോഡീകരിക്കാൻ തീരുമാനമുണ്ടായി. അതിനുള്ള ശ്രമം നടത്തി. ഞാൻ വിശദീകരിക്കുന്നില്ല, ചരിത്രം വിശാലമാണ്. അവസാനം നോക്കുമ്പോ ഈ 2 ആയത്തുകൾ എവിടെയും കാണാനില്ല. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ കണിശമായി, കർക്കശമായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ തങ്ങളോടും പറഞ്ഞിരുന്നു, ഞാൻ ഖുർആൻ ജംഅ ചെയ്യാൻ, ക്രോഡീകരിക്കാൻ നേതൃത്വം കൊടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അതെന്താണെന്നറിയോ? ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എഴുതി വെച്ചതാണെന്നതിന് 2 സാക്ഷികൾ വേണം. ഒരാള് വിശുദ്ധ ഖുർആൻ എഴുതിയ ആ തോൽക്കഷ്ണമായിട്ട് അല്ലെ എല്ലുമായിട്ട് എന്നെ സമീപിക്കുമ്പോൾ ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ട് ഞാൻ എഴുതിയതാണ് എന്നതിന് കൂടെ 2 സാക്ഷികളും വേണം. അങ്ങനെയാണെങ്കിലേ ഖുർആൻ ക്രോഡീകരിക്കാൻ ഞാൻ നേതൃത്വം കൊടുക്കുള്ളൂ. റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഖുർആനെ ക്രോഡീകരിച്ചിട്ടില്ലല്ലോ, ഗ്രന്ഥരൂപത്തിലായിട്ടില്ലല്ലോ. അവസാനം സിദ്ദീഖ് തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും പറഞ്ഞു, ആയിക്കോട്ടെ, ആ രൂപത്തിൽ നിങ്ങൾ നിബന്ധന വെച്ചോളൂ, അങ്ങനെ ക്രോഡീകരിച്ചോളൂ. അവസാനം നോക്കുമ്പോൾ 2 ആയത്തുകൾ സഹാബികൾക്കൊക്കെ മനപ്പാടുണ്ട്. അവര് മുത്തുനബി പറഞ്ഞത് കേട്ടിട്ട് ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുന്ന ദിക്റാണ്. മാത്രമല്ല അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ആയത്വാണ്. ബീബായ നബി തങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. നിങ്ങളിൽ നിന്നു തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്ന് അങ്ങേയറ്റം കൊതിക്കുന്ന, അത്യാഗ്രഹം വെക്കുന്ന പ്രവാചകനാണത്. മാത്രമല്ല നിങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ നബിയെയും വിഷമിപ്പിക്കും, അങ്ങേയറ്റം പ്രയാസപ്പെടുത്തും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റസൂല് വേദനിക്കും. റസൂല് പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ചെയ്യുന്ന നന്മകളും തിന്മകളും എനിക്ക് കാണിക്കപ്പെടും. നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ അതെനിക്ക് വലിയ വേദനയാകും, അതൊരു സങ്കടാവും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മൾ ഇവിടുന്ന് മുത്തുനബിയോട് നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ അത് കേൾക്കൂലേ? കേൾക്കും. ഇത്രയും വിദൂരത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാന്റെ റസൂൽ അത് കേൾക്കുമെങ്കിൽ ഇത്രയും വിദൂരത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നത് അള്ളാന്റെ റസൂലിനെ കാണാനും കഴിയും. അതിലൊക്കെ ഇന്നത്തെ കാലത്തും സംശയിക്കാന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമുണ്ട്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്താ? ഈ ഒരു വഴല് ഞാൻ ഇവിടെ നിന്ന് പറയുന്ന സ്പോട്ടിൽ 10,000-കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നത് നിങ്ങൾ ഉറങ്ങിപ്പോയോ? അത് കണ്ടുകൊണ്ടിരിക്കാൻ. നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ മൊബൈൽ എന്നുള്ളൊരു സംഗതി കണ്ടുപിടിച്ചിട്ട് തന്നെയല്ല, അങ്ങനെ ഒരു വിഷയം തന്നെ ഇവിടെ ഇല്ല, നെറ്റും സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഒരു മുസ്ലിയാര് വയല് പറയാ, സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, ഈ ദുനിയാവുമാതിരിയൊന്നുമല്ല. സ്വർഗത്തിൽ 10,000-കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ആളെ പരസ്പരം അവരോട് സംസാരിക്കാൻ കഴിയും, അവരെ കാണാൻ കഴിയും, അവരുമായി സംവദിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതൊക്കെ മണ്ടത്തരാന്ന് പറയാൻ നിനക്ക് മനസ്സിലായോ? സ്വർഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവിടുത്തെ പോലെ ഒന്നല്ല. ഒരു സമയത്ത് തന്നെ 10,000-കണക്കിന് ആളുകളോട് വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവരോട് സംസാരിക്കാൻ സാധിക്കും. അവര് നമ്മളെ കാണും, നമ്മൾ അവരെ കാണും, കണ്ട് സംസാരിക്കാൻ കഴിയും. ദൂരം ഒന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരായി പറയുന്നെന്ന് ചോദിക്കാൻ മനസ്സിലായോ? ആളുകൾ ഉണ്ടാകും. പക്ഷെ ഇവിടെ നമുക്ക് അത് അനുഭവവേദ്യമായത് കൊണ്ട് ആ കാര്യത്തിൽ ആശങ്കയില്ല എന്ന് മാത്രം. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയാണ്, മുത്തുനബി നിങ്ങൾ രക്ഷപ്പെട്ട് കിട്ടണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കാണിക്കപ്പെടും, അത് കണ്ടിട്ട് എനിക്ക് വിഷമാവും. അതുകൊണ്ട് ആ റസൂലിനോട് നമ്മൾ പറയുന്നുണ്ട്, ആ നമ്മുടെ മങ്കൂസ് മൗലൂദിലൊക്കെ ഉണ്ട്, നബിയെ ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തു പോയി, ഞാൻ ചെയ്ത തെറ്റിന്റെ പേര് നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാവും, പഠിച്ചോനെ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് വല്ലാത്തൊരു വിഷമം തന്നെ, അതൊക്കെ മാപ്പാക്കി തരണട്ടോ നബിയെ എന്ന് എവിടെ പറയുന്നുണ്ട്? ബാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ ബാപ്പാനോട് ചെന്നിട്ട്, വാപ്പ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണട്ടോ, നിങ്ങൾ എന്നോട് പൊറുക്കണട്ടോ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാ? അത് ശിർക്കാണോ? അത് ശിർക്കല്ല. ബാപ്പയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്താൽ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് കാല് പിടിച്ചിട്ട് മാപ്പ് പറയൽ, അതല്ലേ അതിൻ്റെ രീതി, അതല്ലേ മാന്യത. അതുകൊണ്ടാണ് മുത്തുനബിയോട് ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസിരിൻ വഅദദ് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ചൊല്ലിയ സ്വലാത്തു അലൻ നബി. الشافع الأبطاهي والحبيب العربي നബിയേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിനിൻ വഅദദ്. എണ്ണം കൃത്യമാക്കാൻ കഴിയാത്ത രൂപത്തിൽ, എത്രയെന്ന് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണട്ടോ, നിങ്ങൾക്ക് വേദനായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് മാന്യതയാണ്. ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് പോലും ഹബീബായ നബി തങ്ങൾ കാണും, അതിൻ്റെ പേരിൽ മുത്ത് റസൂൽ വേദനിക്കും. അതാണ് അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് സഹാബികളൊക്കെ പതിവായി ഓതാറുണ്ട്, പക്ഷേ എഴുതി വെച്ചത് കാണുന്നില്ല. അങ്ങനെ ചുരുക്കി പറയാ, അവസാനം ആയത്ത് ഒരു അൻസാരി സഹാബിയുടെ കയ്യിൽ നിന്ന് കിട്ടി. ആ സഹാബിയെ കുറിച്ചാവട്ടെ മുത്ത് റസൂൽ വേറൊരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു കാര്യത്തിന് സാക്ഷി നിന്നാൽ നിങ്ങൾ ഒരിക്കലും എന്തു വേണ്ട, നിങ്ങൾ സാക്ഷികളെ അന്വേഷിക്കേണ്ട. അദ്ദേഹം ഒരു കാര്യത്തിന് സാക്ഷി നിന്നാൽ ഒരിക്കലും നിങ്ങൾ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സാക്ഷിനെ തേടി പോകണ്ടോന്ന് മുമ്പ് ആ സഹാബിയെ കുറിച്ച് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഖുർആനിൽ എഴുതി ചേർക്കപ്പെട്ട 2 ആയത്തുകളാണ് ഈ 2 ആയത്തുകൾ, തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ഇതിൽ 2ാമത്തെ ആയത്ത് 7 തവണ ഓതുക, ഇത് പരിഹാരമാണ്.
അള്ളാന്റെ ഖുർആൻ പരിഹാരമാണ് മുഅ്മിനെ. ഈ ആയത്തിന്റെ ഫലായിലൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ഇതൊക്കെ ചെയ്യും എന്ത് വേണമെന്നറിയോ? അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. ഏതായാലും പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ എന്ന് ചെയ്തോക്കട്ടെ എന്നുള്ള നിലക്ക് ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമല്ല.